ശരിക്കും ഹെൽത്തും ഫിറ്റ്നസ്സും ഒന്നാണോ? വെൽക്കം ബാക്ക് യു വി ഫിറ്റ്നസ് കമ്പനി ആൻഡ് ഉവൈസ് നാദാപുരം. അപ്പോൾ എന്താണ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓവറോൾ വെൽ ബീയിങ് ആണ്, അഥവാ ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണലി ഉള്ള ഒരു ബാലൻസിങ് ആണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരാവയവങ്ങൾ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള അവയവങ്ങളൊക്കെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് പറയത്തക്ക രോഗങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകളൊക്കെ നമ്മൾ പ്രോപ്പറായി മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ക്വാളിറ്റി ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. റിമെമ്പർ ദാറ്റ് എവറി ഹെൽത്തി പേഴ്സൺ ഈസ് നോട്ട് ഫിറ്റ്. ഹെൽത്തി ആണെന്നതിനർത്ഥം ഫിറ്റാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഫിറ്റ്നസ്, ഫിറ്റ് എന്താണത്? ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശാരീരിക പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവാണ് ഫിറ്റ്നസ്. അതിന് സ്ട്രെങ്ത്, എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ആൻഡ് ഓവറോൾ ബോഡി പെർഫോമൻസ് ഇത് ആവശ്യമാണ്. നമ്മൾ ഫിറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു 100 മീറ്റർ സ്പ്രിൻ്റ് സ്പീഡിൽ ഓടാൻ പറ്റുന്നുണ്ടോ? നമുക്കൊരു 5 മുതൽ 10 വരെ പുഷപ്പ് എടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ശരീരഭാരത്തിനനുസൃതമായി നമുക്ക് ഭാരം ഉയർത്താൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മൾ ഫിറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നല്ല ഫിറ്റാണ് എന്നതിനർത്ഥം നല്ല ഹെൽത്തി ആണ് എന്നതല്ല. നമുക്ക് കൂടുതൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന സ്ട്രെങ്ത് ബിൽഡിംഗ് എക്സസൈസുകൾ, എൻഡുറൻസ് ബിൽഡിംഗ് എക്സസൈസുകൾ, ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി വർക്കൗട്ടുകൾ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആവശ്യം ഹെൽത്ത് മാത്രമല്ല, ഫിറ്റ്നസ് മാത്രമല്ല, ഇതിൻ്റെ ഒരു കോമ്പിനേഷനായി ഹെൽത്തി ഫിറ്റ് ലൈഫ്, ഹെൽത്തി ഫിറ്റ് ബോഡിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായി നമ്മുടെ ഡെയിലി റുട്ടീനിൻ്റെ ഭാഗമാക്കേണ്ട ഒരു 5 കാര്യങ്ങൾ മാത്രമുണ്ട്. അത് കൃത്യമായി ചെയ്യുമ്പോൾ നമുക്കത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് ഒന്നാമത് നമ്മൾ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരു ടൈം പീരീഡുള്ള വർക്കൗട്ട് ചെയ്യുക എന്നതാണ്. നമ്മുടെ ബോഡിക്ക് അനുസൃതമായി നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരുപാട് വർക്കൗട്ട് ഉണ്ട്. ആ വർക്കൗട്ടിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിനെ ഫോളോ ചെയ്യുക എന്നതാണ്. മറ്റൊന്ന് ക്വാളിറ്റി സ്ലീപ്പ് കൊടുക്കുക. അത് ഗുഡ് ടൈമിൽ തന്നെ കൊടുക്കുക എന്നതാണ്. ഒരു ഡിപ്പെൻഡ് അപ്പോൺ ഓരോരുത്തരുടെ ബോഡി, അതുപോലെ തന്നെ അവരുടെ കണ്ടീഷൻസ്, അവരുടെ വർക്ക് ലോഡ്, ഇതൊക്കെ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പിൽ വേരിയേഷൻസ് വരാം. മൂന്നാമത്തേത് നമ്മൾ ക്വാളിറ്റിയുള്ള ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ബെസ്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുക എന്നതാണ്. അതിൽ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീന്, ഫാറ്റ്, മീൻസ് ഫൈബർ ഇതൊക്കെ അടങ്ങിയ ഒരു ബെസ്റ്റ് ക്വാളിറ്റി ന്യൂട്രീഷ്യസ് കൊടുക്കുക എന്നതാണ്. നാലാമത്തത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ പ്രോപ്പറായി മാനേജ് ചെയ്യുക എന്നതാണ്. അതിൽ നമുക്ക് പല ടെക്നിക്കുകൾ ഉപയോഗിക്കാം, അഥവാ മെഡിറ്റേഷൻസ്, പ്രാണായാമ, അങ്ങനെയുള്ള സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ സ്ട്രെസ്സിനെ പ്രോപ്പറായി മാനേജ് ചെയ്യാം. അഞ്ചാമതായി ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ്. കൃത്യമായി ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ കൺസിസ്റ്റൻ്റ് കീപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ.